ഈ വഴികളിലൂടെ ഇങ്ങനെ ട്രാക്ക് പാത്തുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോരോ മലകൾ നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോവുക ചെയ്യാം. കണ്ടോ, നല്ല അടിപൊളി കാഴ്ചകളാണ്. മീശപ്പുലിമല നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമ്മൾ കണ്ടിട്ട് ഇതാക്കണ്ട, കാരണം ഇതൊന്നും ഇല്ലാതെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. ഭയങ്കര കാറ്റാണ്, ചെവിയിലൊക്കെ കാറ്റടിച്ച് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീശപ്പുലിമലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. അടിപൊളി വ്യൂസാണ്, അടിപൊളി കാഴ്ചകളാണ്, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ ബേസ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിയിട്ടോ, കുറച്ച് നല്ല ഗംഭീര കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ മെയിൻ ലക്ഷ്യം. അവിടേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ഓഫ് റോഡാണ്. കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ആദ്യം നമ്മൾ പോകുന്നത് സൺറൈസ് മൗണ്ടനിലേക്കാണ്. അവിടുന്ന് നേരെ നമ്മൾ 9 മലകളുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെ നമ്മൾ ജീപ്പിൻ്റെ സവാരി അവസാനിച്ച് ജീപ്പ് ഇതുവരെ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ദൂരെ നമ്മൾ നടന്നു പോകുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 9 മലകളിലുള്ളതിൽ 2 മലകൾ, ആദ്യത്തെയും അവസാനത്തെയും മലയാണ് ഭയങ്കര കുറച്ച് കഠിനമായിട്ടുള്ളതാണ്. പക്ഷേ ആദ്യത്തെ മല കയറി കഴിഞ്ഞാൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. അപ്പോൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് സൺറൈസ് ഏതാണ്ട് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. അപ്പോൾ ഒരുപാട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ദുർഘടം മുറിച്ച വഴികളാണെങ്കിലും ഒരുപാട് സഞ്ചാരികൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അത്രയും ദൂരം നമ്മൾ അവിടെ നിന്ന് കയറി വന്നിട്ടുണ്ട്. അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഇനി കുറേ ദൂരങ്ങൾ നമുക്ക് പോകാനുണ്ട്. ഇത് കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വീഡിയോ എടുക്കാനുള്ള ഒരുപാട് നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് സൈഡിലൂടെയൊക്കെ. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടിട്ട് എൻജോയ് ചെയ്യുക. സൺറൈസ് ഇന്ന് ശരിക്കും ഒരു 6:40 തന്നെ കറക്റ്റായിട്ട് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 6:40 വരുന്നത്. ഇപ്പോൾ ക്ലൗഡിയൊക്കെ ആണെങ്കിൽ നമുക്കധികം കാണാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് സൺറൈസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഒരുപാട് സഞ്ചാരികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദുർഘടം പിടിച്ച വഴികളിലൂടെയൊക്കെ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളും അങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്താനുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ആവേശത്തോടുകൂടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ സൺറൈസ് മൗണ്ടൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വെച്ചിട്ടൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഈ കൊടും തണുപ്പ്, അതുപോലെ തന്നെ ദുർഘടമായ വഴികൾ, ഇതെല്ലാം ആവുകയാണെങ്കിൽ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകത ഇവിടെ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ അല്ലെങ്കിൽ സഞ്ചാരികൾ ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. എല്ലാ കാഴ്ചകളും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഒരുപാട് ഇൻഫർമേഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിരുന്നു കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മലയിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ മല കയറുകയാണെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ മലയും കയറി ഇറങ്ങി അങ്ങനെയാണ് നമ്മൾ 9 മലകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. 9ാമത്തെ മല എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്കറിയാം പശ്ചിമഘട്ടത്തിലെ 2ാമത്തെ സ്ഥലമാണ്, 2ാമത്തെ ഹൈറ്റ് കൂടിയ സ്ഥലം. അതുപോലെ തന്നെ ജൈവജാലങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന
ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പിന്നെ നമുക്ക് ചെറിയ വേറൊരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളുടെ ഫിലിം ലൊക്കേഷനാണ്. പ്രധാനപ്പെട്ട ചാർലി എന്ന സിനിമയിലെ ഒരു ലൊക്കേഷനാണ് മീശപ്പുലിമല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ മലകളും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന സ്ഥലത്ത് ഒരുപാട് നല്ല ലൊക്കേഷൻസ് കാണാം. എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്യുക. കാരണം ഒരുപാട് എത്ര സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപാട് പാട്ട് സീനുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വളരെ ഉചിതമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അതുപോലെ തന്നെ നല്ല ദുർഘടം പിടിച്ച വഴികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്യുക, കണ്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത മലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത മലയിൽ ഇതാണ് കയറാനുള്ളത്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഈ ടയേർഡായിട്ട് 2 മലകളൊക്കെ കയറി വന്ന ആൾക്കാർക്ക് ഒരു അരുവി ഇവിടെ കാണാൻ ഉണ്ടായി. ഇതെന്ന് പറഞ്ഞാൽ വളരെ മിനറൽസൊക്കെ ജൈവ സമ്പത്ത് ഒരുപാട് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വെള്ളത്തൊക്കെ നമുക്ക് ശരിക്കും ഡയറക്റ്റായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓക്സിജനൊക്കെ വളരെ കൂടുതലാണ്. ഈ വെള്ളത്തിനകത്ത് ഓക്സിജൻ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ബ്രീത്തിങ് കൺട്രോളൊക്കെ കുറച്ച് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മളിനി അടുത്ത വരയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി വിശദീകരണങ്ങളൊന്നുമില്ല. ഞാൻ മീശപ്പുലിമലയിൽ എത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാം. നമ്മൾ 8 മലകൾ നമ്മൾ കയറി അവസാന മലയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കേണ്ടതുണ്ടോ. വളരെ മനോഹരമായ കാഴ്ചകളാണ്. 8ാമത്തെ മീശപ്പുലിമല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരുപാട് സഞ്ചാരികൾ കയറിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഈ വഴി നല്ല ദൃശ്യങ്ങളാണ് അപ്പുറത്തും ഇപ്പുറത്തതാ. അങ്ങനെ അവസാനം ഞങ്ങൾ 9ാമത്തെ കിലോമീറ്റർ 9ാമത്തെ മല നമ്മളിതങ്ങനെ കയറി. അടിപൊളി ദൃശ്യങ്ങളാണ്. ഇതിന് ആകാശത്തിൻ്റെ ഒക്കെ നല്ല ദൃശ്യങ്ങളാണ്. കാറ്റ് കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് നമുക്കിവിടെ എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ മിസ് ആവാണ്ട് വരേണ്ട ഒരു സ്ഥലമാണ്. ഒരു സഞ്ചാരിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മിസ്സാവാണ്ട് വരേണ്ട ഒരു സ്ഥലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല നമുക്ക് കുറേ ആഡ് ഓൺ സർവീസസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും വരുമ്പോൾ അവരെ വിളിക്കുക. അവസാനമായ ഒരുപാട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. ഇതാണ് അവസാനത്തെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക്. നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പരിശ്രമിച്ച് നമ്മൾ ഒരു ദിവസം ഇവിടെ ടെൻ്റ് അടിച്ച് ക്യാമ്പൊക്കെ ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. സൂപ്പറായിട്ടുള്ള കാഴ്ചകളാണ്, ഗംഭീര കാഴ്ചകൾ. നിങ്ങൾ ഒരിക്കലും മിസ്സാവാതെ കാണുക.
സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം നമ്മളുടെ ഈ ശബ്ദത്തിൻ്റെ ഒരു അടർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിറ്റി കുറവാണെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോകരുത്. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. ഇതാതിൻ്റെ വഴികൾ കേട്ടോ. ഒരുപാട് സഞ്ചാരികൾ കയറിപ്പോണ്ട്. ഈ വഴി മനോഹരമായ വഴിയാണ്. മനോഹരമായ വഴി എന്ന് പറയാൻ പറ്റില്ല, ദുർഘടം പിടിച്ച വഴി. നമ്മൾ ഏതാണ്ട് അതിൻ്റെ ടോപ്പിലെത്തിക്ക് എത്താനായിട്ടോ. എന്താ കുറച്ച് കയറിയപ്പോഴേക്ക് തന്നെ കണ്ടോ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ മലകളും നമുക്ക് ഇവിടുന്ന് വീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പുലിമലയിലെ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതുണ്ടോ മേഘങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട്. 8 മല, നമ്മളിപ്പോൾ ഒരു 9 മണിയോട് അടുത്തിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ. രാവിലെ കയറിയതാണ്. 9 മലകൾ കയറിയിട്ടാണ്, 8 മലകൾ കയറിയിട്ട് 9ാമത്തെ മലയാണ് മീശ പുലിമല എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഗംഭീര കാഴ്ചകളുണ്ട്. നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. വളരെ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ മീശ പുലിമല എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് മറയൂരൊക്കെ ചെയ്തപ്പോൾ, മറയൂർ അതുപോലെ തന്നെ നെല്ലിയാമ്പതിയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പുല്ലിന് ഓരോരോ പ്രത്യേകത, പുൽത്തൈലങ്ങൾ ഉണ്ടാക്കുന്ന പുല്ലാണ് എന്നെല്ലാം. അതുപോലെ തന്നെ ഈ മലയ്ക്ക് പണ്ട് കാലങ്ങളിൽ മീശയുടെ ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മീശയോട് ഒരു സാദൃശ്യമുണ്ടായിരുന്നു. ആ സാദൃശ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മീശ പുല്ല് മല, അങ്ങനെയാണ് മീശപ്പുലിമല എന്ന് പിന്നീട് അത് പറഞ്ഞ് മീശപ്പുലിമലയായി മാറിയതാണ്. അപ്പോൾ പിന്നെ അതിന് വളരെ വേറൊരു ഇതിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മൾ ജനവാസം അതുപോലെ ട്രക്കിങ്ങൊക്കെ ചെയ്ത് വരാവുന്ന അക്കോമഡേഷനെല്ലാം ഉള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഹൈറ്റുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാഴ്ചകൾ, നമുക്ക് ഏറ്റവും ഹൈറ്റുള്ള വേറെ ഒരു സ്ഥലമുണ്ട്. ഇത് ശരിക്കും സെക്കൻഡ് ഹൈറ്റാണ്. പക്ഷേ അവിടേക്ക് നമുക്ക് ആനമുടിയിലേക്ക് നമുക്ക് ട്രക്കിങ്ങോ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് അനുവദനീയമല്ല. അതുപോലെ തന്നെ ആൾ സഞ്ചാരങ്ങളൊന്നുമില്ല. അപ്പോൾ ആൾ സഞ്ചാരങ്ങളും ട്രക്കിങ്ങെല്ലാം ഉള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയൊരു സ്ഥലമാണുള്ളത്. അപ്പോൾ നിങ്ങൾ കാഴ്ചകൾ കാണുക. ഏറ്റവും ടോപ്പ് മലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുകൊണ്ട് ഇത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. ഇത്രയും ഹൈറ്റിലാണ്, ഇതിൻ്റെ താഴെയുള്ള പ്രദേശങ്ങളിലാണ് ഈ കാണുന്നത്. ഇത്രയും ഹൈറ്റിലാണ് നമ്മളുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള സൂപ്പറാണ്. ക്ലൗഡൊക്കെ ശരിക്കും ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കയറിയതെങ്കിൽ പോലും ഇത് കയറിക്കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള രസമുള്ള കാഴ്ചകളാണ്. എല്ലാ കാഴ്ചകളും കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. താഴത്ത് ഇതിൻ്റെ താഴെയാണ് എല്ലാ മലകളും. അപ്പോൾ നമുക്ക് ഇവിടെ എത്തി കയറിക്കഴിഞ്ഞാൽ സിറ്റിയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. മീശപ്പുലിമലയിലെ ട്രിപ്പുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നല്ലൊരു അടിപൊളിയായിട്ട് വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. അതുവരേക്കും നിങ്ങളോട് ഇവിടെ പറയുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ പെരിന്തൽമണ്ണ.